ഒരു MERN stack ഡെവലപ്പർ ആവണം, പക്ഷെ എവിടെ തുടങ്ങണം എന്നറിയില്ല. വാ പറഞ്ഞുതരാം. ആദ്യത്തെ മാസം നിങ്ങൾ പൂർണ്ണമായും ബേസിക്സ് പഠിക്കാൻ മാറ്റിവെക്കുക. ഇവിടെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് HTML, CSS, ജാവാസ്ക്രിപ്റ്റിലാണ്. ആദ്യമേ തന്നെ ഫ്രെയിംവർക്സിലോട്ടൊന്നും എടുത്ത് ചാടാതിരിക്കുക. ഈ ഫണ്ടമെന്റൽസ് ക്ലിയർ അല്ലാന്നുണ്ടെങ്കിൽ മുന്നോട്ടുള്ള പഠനം ബുദ്ധിമുട്ടായിരിക്കും. രണ്ടാമത്തെ മാസം ജാവാസ്ക്രിപ്റ്റ് കുറച്ചും കൂടെ ഡീപ്പായിട്ട് നോക്കുക. ഇവിടെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്ലോഷേഴ്സ്, പ്രോമിസസ്, അസിൻക്രണസ് ജാവാസ്ക്രിപ്റ്റ് എന്നിവയിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ജസ്റ്റ് ട്യൂട്ടോറിയൽസ് മാത്രം കണ്ടിരിക്കാതെ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് സ്വന്തമായിട്ട് തന്നെ ചിന്തിച്ച് ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യണം. മൂന്നാമത്തെ മാസം റിയാക്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റിയാക്ടിന്റെ ഡോക്യുമെന്റേഷനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ക്വിക്ക് സ്റ്റാർട്ട് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. 80% ഓഫ് ദി റിയാക്ട് കൺസെപ്റ്റ്സ് നിങ്ങൾക്ക് ആ ഒരു ഡോക്യുമെന്റേഷനിലൂടെ വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്നതാണ്. സോ നാലാമത്തെ മാസം നിങ്ങൾ ഒരു ഫ്രണ്ട് എൻഡിൽ ഇന്റർമീഡിയറ്റ് ലെവൽ ആയിട്ടുണ്ടാവും. സോ ഇനി നിങ്ങൾക്ക് ബാക്ക് എൻഡ് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. നോഡും എക്സ്പ്രസും യൂസ് ചെയ്ത് എങ്ങനെയാണ് ഒരു സെർവർ സൈഡ് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ MongoDB സെറ്റപ്പ് ചെയ്യുന്നതൊക്കെയാണ് ഈ മാസം നിങ്ങൾ കവർ ചെയ്യേണ്ടത്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലി അഞ്ചാമത്തെയും ആറാമത്തെയും മാസം നിങ്ങൾ MERN stackൽ ഒരു പ്രൊജക്ട് ബിൽഡ് ചെയ്യുക. ഒരുപാട് ചെറിയ ചെറിയ പ്രൊജക്ട്സ് ബിൽഡ് ചെയ്യുന്നതിന് പകരം ഒരു പ്രൊജക്ട് സെലക്ട് ചെയ്ത് അതിനെ പ്രൊഡക്ഷൻ റെഡിയാക്കുക. ഈ റോഡ് മാപ്പ് ഫോളോ ചെയ്യുക ആൻഡ് ബിൽഡ് എ സക്സസ്ഫുൾ കരിയർ ഫോർ യുവർ സെൽഫ്. കംപ്ലീറ്റ് റോഡ് മാപ്പിനായി കമന്റ് ഡൗൺ ബിലോ.